ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ അടുത്ത വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗിൽ വെള്ളം കുടിക്കാനില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അതായത് ഒരു ചോക്ലേറ്റ് സ്റ്റുഡിയോ. ഞാൻ ഓൾറെഡി ടക്കുവിൻ്റെ ബർത്ത്ഡേ വ്ളോഗിൽ പറഞ്ഞിരുന്നു. നമ്മൾ ഇന്നലെ ടക്കുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നപ്പോൾ ആ ബർത്ത്ഡേയിൽ വന്ന കേക്ക്, അതുപോലെ അവിടെ കൊടുത്ത ചോക്ലേറ്റ്സ്, മോസ്, കുറച്ച് കാര്യങ്ങളൊക്കെ ഭയങ്കര അഭിപ്രായമായിരുന്നു എല്ലാവർക്കും. അപ്പോൾ അത് ഉണ്ടാക്കിയത് നമ്മുടെ സ്വന്തം ആളാണ്. അതായത് എൻ്റെ ഏറ്റവും അടുത്ത ഞങ്ങളുടെ സുഹൃത്താണ്. ആളെ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. ഓൾറെഡി ഞാൻ സ്റ്റുഡിയോയിൽ എത്തി. ശരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വ്ളോഗ് ചെയ്യണമെന്നൊക്കെ ആയിരുന്നു പ്ലാൻ, പക്ഷെ പറ്റിയില്ല. ഓൾറെഡി ഇവിടെ എത്തിപ്പോയി, സാരമില്ല. അപ്പോൾ നമ്മൾ ആ ചോക്ലേറ്റ് സ്റ്റുഡിയോയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ എന്താണ് ഏതാണെന്നൊക്കെ അതിൻ്റെ മെയിൻ ആൾ നീതുവിനാണ് ആളുടെ പേര്. ഞാൻ നേരിട്ട് പരിചയപ്പെടുത്താം. ആളിവിടെ തന്നെ നിൽപ്പുണ്ട്. ഇതാണ് നീതുവിൻ്റെ ഹെയർ ചോക്ലേറ്റ്. നമ്മുടെ മെനുവിലുള്ള ഐറ്റംസ് ഇതൊക്കെയാണ്. അതെ, 6 ടൈപ്പ് ഓഫ് ബോൺബോൺസ്. ഈ ബോൺബോൺസ് എന്ന് പറയുന്നത് ആക്ച്വലി യൂറോപ്പിലുള്ള ചോക്ലേറ്റ് ആണ്. നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ല. അപ്പം നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് നമ്മളാണ് കൊണ്ടുവരുന്നത്. അപ്പം ഇതിലെല്ലാത്തിലും ഓരോ ഫില്ലിങ്സിലും ഓരോ ഫ്രൂട്ട്സിൻ്റെയും നട്ട്സിൻ്റെയും ഒക്കെ ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിലൊന്നിലും പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ റിയൽ ഫ്രൂട്ട് കൊണ്ട് മാത്രം ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഇതെല്ലാം. കാരണം എനിക്കറിയാം, ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് വരുന്നതല്ല ഇവിടെ. ഞാനിവിടെ ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ ടെസ്റ്റ് അടിക്കുന്ന സമയം തൊട്ടേ ഞാൻ കൂടെ ഉള്ളതാണ്. നീതു ഇത് ഉണ്ടാക്കുന്നത് എല്ലാം ഞാൻ നേരിട്ട് കണ്ട്, ഇത് പർച്ചേസ് ചെയ്യുന്നതൊക്കെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഇത് വ്ളോഗിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇത്രയും കാര്യമായിട്ട് പറഞ്ഞു കൊടുത്താലല്ലേ മനസ്സിലാവുള്ളൂ. നിങ്ങൾക്കിപ്പോൾ എന്തായാലും ഇപ്പോൾ ടേസ്റ്റ് ഇപ്പോൾ വീഡിയോയുടെ മനസ്സിലാവില്ല. എന്നാലും ഞാനതെല്ലാം ടേസ്റ്റ് ചെയ്തതിൻ്റെ പരിപാടി കാണിച്ചു തരാം അല്ലേ. അപ്പം നീതു, ശരിക്കും ഈ ചോക്ലേറ്റ് സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടുത്തെ പരിപാടി? അവർക്ക് എല്ലാവർക്കും വേണ്ടി മനസ്സിലാകുന്നത്. ഇത് ചോക്ലേറ്റ് സ്റ്റുഡിയോ എന്ന് പറയുമ്പം നമ്മളിവിടെ ലൈവായിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതെല്ലാം ആർക്ക് വേണേലും എപ്പോൾ വേണേലും ഇവിടെ വന്ന് കയറി കാണാം. കണ്ട് നമ്മൾ എത്രത്തോളം ഹൈജീനായിട്ടും ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്ത് ഉണ്ടാക്കുന്നതെന്നുള്ളത് കണ്ട് മനസ്സിലാക്കി അവർക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാം. അത് ഭയങ്കര ഒരു നല്ല പരിപാടിയല്ലേ. ഞാൻ ഇതുവരെ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇവിടെ വന്ന് എല്ലാം കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് അല്ലേ. അതുപോലെ ഇത് നമുക്ക് ഇവിടെ വന്നിരുന്ന് കഴിക്കാനുള്ള ഫെസിലിറ്റി നമുക്കിപ്പോൾ ഇല്ല. നമുക്കിത് ഒരു സ്റ്റുഡിയോ, ഒരു കിച്ചൺ, ആ ഒരു സെറ്റപ്പിലാണ് ഇതിപ്പോൾ ഇരിക്കുന്നത്. പക്ഷെ ഇവിടെ നിന്ന് നമുക്ക് ടേക്ക് അവേ മാത്രമേ ഉള്ളൂ. വരിക, ചോക്ലേറ്റോ ഡെസേർട്ടോ വാങ്ങി ടേക്ക് അവേ എന്നുള്ളൊരു ഓപ്ഷനിലാണ് നമുക്ക് ഈ സ്വിഗ്ഗി, സൊമാറ്റോയിലൊക്കെ ഇത് പെട്ടെന്ന് തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും വന്ന് ടേസ്റ്റ് ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ വീട്ടിലിരുന്ന് ഓർഡർ ചെയ്ത് കഴിക്കാം അല്ലേ. ഓക്കെ. അപ്പോൾ പിന്നെ ഇവിടെ നമ്മൾ എന്ത് വന്നാലും നമുക്കെല്ലാം ടേസ്റ്റ് ചെയ്തൊക്കെ എന്ത് വേണമെങ്കിലും വരുന്നവർക്ക് ടേസ്റ്റ് ചെയ്ത് മാത്രം ഇത് വാങ്ങിക്കൊണ്ട് പോകാം. നമ്മുടെ ചോക്ലേറ്റ് കാരണം ഇത് നമ്മൾ പുതിയതായിട്ട് ഇറക്കുന്നത് കൊണ്ട് ടേസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കൊണ്ട് പോവാം. അത് നല്ലൊരു കാര്യം. ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം. നമുക്ക് ഇപ്പോൾ ഒരു ഇത് കാണുമ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാവും എന്ന് മേടിച്ച് നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ. സാധാരണ എല്ലാ ഷോപ്പിലും അങ്ങനെയാണ്. നമ്മൾ ചോക്ലേറ്റ് ഷോപ്പിൽ സ്റ്റുഡിയോയിലൊന്നും പോയി കഴിഞ്ഞാൽ അങ്ങനെ ടേസ്റ്റ് അധികം ചെയ്ത് തരാറില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത് ഭയങ്കര അടിപൊളി കാര്യം. അപ്പോൾ നിങ്ങൾക്ക് വന്ന് നേരിട്ട് കണ്ട് ടേസ്റ്റ് ചെയ്ത് മേടിച്ചുകൊണ്ട് പോകാം അല്ലേ. അതെ, സെറ്റ്. ഓക്കെ, നമുക്ക് ടെസ്റ്റിംഗിലേക്ക് ഇടതാലോ. ഓക്കെ, സോറി. ഞാനിത് ആക്ച്വലി ഫുള്ള് കഴിച്ച് നോക്കിയിട്ടുള്ളതാണ്. എനിക്കില്ല എല്ലാവരും ടേസ്റ്റ് അറിയാം. പിന്നെ ഞാൻ പക്ഷെ അപ്പോഴൊന്നും വീഡിയോ എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു എക്സ്പ്രഷൻ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുക്കുന്നത്. ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ ചേട്ടനുണ്ട്, എൻ്റെ ചേട്ടൻ്റെ വൈഫുണ്ട്, നർത്തകിയും, പിന്നെ എന്താണ് ഡാൻസറാണ് കേട്ടോ അത്. അപ്പോൾ പിന്നെ നമ്മളൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വന്നേക്കുന്നതാണ് ഇവിടെ. ഇപ്പം ഇത് പാഷൻ ഫ്രൂട്ടാണ്. പാഷൻ ഫ്രൂട്ട് ബോൺബോൺ ചോക്ലേറ്റ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. പാഷൻ ഫ്രൂട്ട് ബോൺബോൺ. ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്സ് എങ്ങനെയാണ് വരുന്നത് കണ്ടാ? ഉള്ളിൽ ഭയങ്കര ജ്യൂസിയാണ്. അതെ അതെ, ജ്യൂസിയും ക്രീമിയാണ്. രക്ഷയില്ല, സൂപ്പർ. ഇഷ്ടമായോ? ഒറിജിനൽ ഫ്ലേവറാണ് കിട്ടുന്നത്. അതാണ് എൻ്റെ ഒരു ഹൈലൈറ്റ്. ഉള്ളിൽ ഭയങ്കര ജ്യൂസിയാണ്. നമ്മൾ ഇതിലുള്ള ഫ്രൂട്ട്സിന്റെ ഫ്ലേവേഴ്സ് എല്ലാം ആഡ് ചെയ്യുന്നതൊന്നും റിയൽ ഫ്രൂട്ടാണ്. എസൻസോ കാര്യങ്ങളോ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇതെല്ലാം റിയൽ ഫ്രൂട്ട് കൊണ്ട് മാത്രം ഉണ്ടാക്കിയതാണ്.
പിന്നെ ഇതിൻ്റെ ഡേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്നിനും ഒരു പ്രിസർവേറ്റീവ്സ് ഇതിലില്ല. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഇതിൽ. അതായത് നമ്മൾ എത്ര ദിവസം ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുമെന്ന് പറഞ്ഞത്? നമുക്കിതൊരു 1 month തൊട്ട് 2 month വരെ ഫ്രിഡ്ജിൽ വെക്കാം, കീപ്പ് ചെയ്യാം. പിന്നെ ഇത് ടെമ്പറേച്ചർ നമ്മൾ കീപ്പ് ചെയ്യേണ്ട, നമ്മൾ അധികം നേരം പുറത്ത് വെക്കാൻ പറ്റില്ല. ഇത് ആക്ച്വലി ഒരു 20 to 24 ടെമ്പറേച്ചർ വരെ ഓക്കെയാണ്. അതിൻ്റെ അപ്പുറം പോകണമെങ്കിൽ മെൽട്ടാവാൻ തുടങ്ങും. ഇത് ആക്ച്വലി ഒരു ഷെല്ലാണ്, തിൻ ഷെല്ലായതുകൊണ്ട് മെൽട്ടാവും, വേഗം മെൽട്ടാവും. റിയൽ ആയിട്ടുള്ള ഫ്രൂട്ട് ആണെന്നുള്ളതാണ് ഒരു സ്പെഷ്യാലിറ്റി കേട്ടോ. നമുക്ക് അങ്ങനെ എവിടെ നിന്നും കിട്ടലില്ലല്ലോ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സാണ് എല്ലായിടത്തും കിട്ടുള്ളൂ. അപ്പോൾ അടുത്തത് ബ്ലൂബെറി ബോൺബോൺ. കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? ബ്ലൂബെറിയും വാനിലയും ആണ് ഇത്. വാനില ബ്ലൂബെറി രണ്ടും കൂടി ചേർന്നിട്ട് കാണാൻ എന്ത് രസം. നോക്കി കഴിക്കാം. വാ പിഗു വാമോൻ വാ. മൈൽഡ് ടേസ്റ്റ് ആണ് ബ്ലൂബെറിയുടെ. നല്ല രസമുണ്ട്, അടിപൊളി. ചേട്ടാ കഴിച്ചു നോക്കിയാ അതാ കുറച്ചു കഴിച്ചു നോക്ക്. വാ കറക്റ്റ് മധുരം കേട്ടോ, ഓവറും ഇല്ല. അത് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്. നമുക്ക് പെട്ടെന്ന് മടുത്തു. ഇതും ഭയങ്കര അടിപൊളി. അതെ, നമ്മളെ മടുപ്പിക്കുന്ന ഒരു മധുരം ഇല്ല ഇതിന്. ഇന്നലെ തക്കുവിൻ്റെ ബർത്ത്ഡേക്ക് വന്ന എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, കേക്കൊക്കെ കഴിച്ചിട്ട് നമ്മൾക്കിപ്പോൾ കുറച്ച് പ്രായമായവർക്കൊക്കെ ഓവർ മധുരം അങ്ങനെ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പം എല്ലാവരും പറഞ്ഞത് എവിടെ നിന്നാണ് കേക്ക്, അത് നമുക്ക് മട്ടിക്കുന്നില്ല എന്നുള്ളൊരു പരിപാടി പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതൊക്കെ ഉണ്ട്, നാളെ ഷോപ്പ് ഓപ്പണിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞ്. ടെൻഡർ കോക്കനട്ട് പുഡിങ്. ടെൻഡർ കോക്കനട്ട് പുഡിങ്. സാധാരണ നമുക്ക് ആ ഒരു ഷുഗർ ഭയങ്കരമായിട്ട് കൂടുതൽ, ഷുഗർ സിറപ്പ് ഒക്കെ കൂടുതൽ നമുക്ക് ഭയങ്കരമായിട്ട് മടുത്തു. അത് അടിപൊളിയായിരുന്നു. ഹെയർ ചോക്ലേറ്റ് ഒരു രക്ഷയില്ല. ലെമൺ ബോൺബോൺ. ആക്ച്വലി ഈ 6 ഫ്ലേവേഴ്സ് നമുക്കുണ്ട്. ഈ 6 എണ്ണത്തിൽ റാസ്ബെറി, ചോക്ലേറ്റ്, ബ്ലൂബെറി, പാഷൻ ഫ്രൂട്ട്, കോഫി, ഇത് കഴിച്ചതിന് ശേഷം ഏറ്റവും അവസാനം കഴിക്കേണ്ടതാണ് ലെമൺ. അപ്പം നമുക്ക് അവസാനം കഴിക്കാം, അത് ഓർഡർ തെറ്റിക്കണ്ട. ഇത് ക്രഞ്ചി ബോൺബോൺ അല്ലേ? ഇത് നല്ലൊരു ഗിഫ്റ്റ് പാക്ക് ഒക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റിയ സാധനം അല്ലേ? അല്ലേ? എടാ അതെ. ക്രഞ്ചി ബോൺബോൺ ചോക്ലേറ്റ് ലവേഴ്സിന് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു ചോക്ലേറ്റ് ലവറാണ്, അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആക്ച്വലി രാവിലെ മൊത്തം ഞാൻ ഇത് കഴിച്ച് സെറ്റായിട്ടിരിക്കുകയാണ്. കിച്ചു കഴിച്ചോ? ഭയങ്കര കിച്ചുവിന് പിന്നെ അങ്ങനെ മട്ടിപ്പൊന്നുമില്ല. കിച്ചുവിന് എത്ര കഴിച്ചാലും മതിയാവില്ല, മട്ടിക്കലൊരു പരിപാടി ഇല്ല അവന്. ഫുള്ള് കഴിക്കും, ഫുള്ള് ഇപ്പം 2.5 വെച്ച് കഴിച്ചാലും അങ്ങോട്ട് തന്നോളൂ, ഞാൻ കഴിച്ചോളൂ എന്ന് പറയും. അടുത്ത് എന്താ കോഫി ഉണ്ട് ഇവിടെ. കോഫി അടിച്ചു കഴിഞ്ഞാൽ വിത്തൗട്ട് ഷുഗർ കോഫി അടിച്ച് നമുക്ക് ആ ഷുഗറിൻ്റെ അത് മൊത്തത്തിൽ ഇല്ലാണ്ടാവും. റാസ്ബെറിയും വാനിലയും ഫ്ലേവർ. അത് റാസ്ബെറിയും വാനിലയും മിക്സ് ആയിട്ട് ഫ്ലേവർ. ഇത് നമുക്ക് ശരിക്കും കാണാൻ പറ്റും ആ റിയൽ ഫ്രൂട്ട്. ഇത് ഭയങ്കര എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫ്ലേവറാന്ന് തോന്നുന്നു അല്ലേ? അതെ, റാസ്ബെറി ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ഇതാണ്. അതല്ലേ? റാസ്ബെറി പിന്നെ പാഷൻ ഫ്രൂട്ട്. ഷെഫിന്റെ ഫേവറേറ്റ് ഇതാണ് കേട്ടോ, റാസ്ബെറി. അടുത്തത് കോഫി. കോഫി എൻ്റെ ഫേവറേറ്റാണ്. കോഫി നോക്കാം. റാസ്ബെറി ഇഷ്ടല്ലേ? അല്ല, പാഷൻ ഫ്രൂട്ട്. റാസ്ബെറി കോഫി. അടുത്തത് കോഫി ലവേഴ്സിന് നമ്മുടെ
പോപ്പിക്കോ കോഫി ബൈറ്റ് കഴിക്കുമ്പോൾ പണ്ടത്തെ ഒരു സാധനമല്ലേ കറക്റ്റ് കോഫിയുടെ പോപ്പിക്കോ മിഠായി കഴിക്കുമ്പോൾ കിട്ടണ ഭയങ്കര രസമുള്ള ഫ്ലേവറാണ്. നിങ്ങൾ നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, ശരിക്കും നല്ല മനസ്സിലാവുള്ളൂ. ഓക്കെ, അടിപൊളി, ഒരു രക്ഷയില്ല. ബോൺബോൺസ് ഒരു രക്ഷയില്ല. കാണാനും ഭയങ്കര ഭംഗിയാണ്. ശ്രദ്ധിച്ചാൽ എന്തൊരു ഭംഗി, എല്ലാം കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്, ടേസ്റ്റും ഉണ്ട്. അടുത്തത് ലെമൺ ആണ്. അപ്പം ഇത്രയും ചോക്ലേറ്റും കഴിച്ചതിന് ശേഷമാണ് ഏറ്റവും ലാസ്റ്റായിട്ട് കഴിക്കേണ്ടത് ലെമൺ. അതാകുമ്പോൾ ഇത്രയും ഷുഗറിനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യും ലെമൺ. കറക്റ്റാണ്, ഇത് കറക്റ്റാണ്. ഇത് നോക്കി വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കണം. നയിച്ചോ ഇങ്ങോട്ട് തന്നോളാം അല്ലേ? പക്ക ലെമൺ അല്ലേ, കറക്റ്റ് ലെമൺ. ശരിക്കും ശരിയാണ് നീ പറഞ്ഞത്. ഇത് കഴിച്ചപ്പോഴേ നമുക്ക് ആ ഒരു മട്ടിപ്പ് കുറച്ച് പോയി. അടിപൊളി, ഒന്നും പറയാനില്ല. ഏറ്റവും ഇതിൻ്റെ റിയൽ പരിപാടി നമുക്ക് ശരിക്കും കിട്ടണം, അത്രയും രസമുണ്ട്. അപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം പറയട്ടെ, ഇതുപോലത്തെ ഒരു പരിപാടിയിൽ ഈ സാധനങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾ വരണം. ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല സത്യം. ഞാനിത് ഇങ്ങനത്തെ കാണുമ്പോഴേ പെട്ടെന്ന് അങ്ങനെ കഴിക്കുന്ന ഒരാളല്ല ആക്ച്വലി ഞാൻ. പക്ഷെ ഞാനിതിൽ ശരിക്കും മയങ്ങിപ്പോയി. പക്ഷെ പിന്നെ ഞാനൊരു കാര്യം പറയാം, എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് പോയി വെറുതെ ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യുന്ന ആളല്ല. പക്ഷെ ഞാൻ ഇത് നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ്. ഇത് നിങ്ങൾ ഇവിടെ വന്ന് ട്രൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കൊരു നഷ്ടമായിരിക്കും. ഈ ഒരു സംഭവം കൊച്ചിയിൽ എവിടെയും കിട്ടില്ല, ഞാൻ ഉറപ്പിച്ച് പറയുന്നു, കിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് പിസ്താഷ്യോ കുനാഫ ചോക്ലേറ്റ്. ഇതിന് എന്താ പ്രത്യേകതയെന്ന് വെച്ചാൽ ഇത് നമ്മൾ തന്നെ ഇമ്പോർട്ടഡ് പിസ്ത വാങ്ങി അത് ഇവിടെ തന്നെ ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റ് ചെയ്ത് ഫില്ല് ചെയ്യുന്നതാണ്. പിന്നെ ഇതിലെ ഫില്ലിങ്സിൽ 0 ഷുഗറാണ്. ഷുഗർ ഒരു തരി പോലും ചേർത്തിട്ടില്ല. പുറമേ ഉള്ള ചോക്ലേറ്റിനുള്ള ഷുഗർ അല്ലാണ്ട് നമ്മളിതിലൊന്നും ചേർത്തിട്ടില്ല. എനിക്കറിയാം, ഞാൻ പിസ്ത ഇത് ഇങ്ങനെ മിക്സ് ചെയ്യണ കണ്ടിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അതിലൊന്നും കൂടി ഇപ്പം ട്രൈ ചെയ്യാല്ലേ? പൊട്ടിക്കട്ടെ? ഞാൻ എന്താ പൊട്ടിക്കട്ടെ. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് അത് പിസ്താഷ്യോ കുനാഫ ചോക്ലേറ്റ് അല്ലേ? ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. പക്ഷെ അത് ഇവിടെ ഇത്രയും ക്വാളിറ്റി കിട്ടുക എന്നുള്ളതാണ് ടാസ്ക്. കട്ട് ചെയ്യട്ടെ? അല്ല, കാണിച്ചു കൊടുക്കാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ, കാണാൻ നല്ല രസമുണ്ട്. ഞാൻ പൊട്ടിക്കട്ടെ? സാധനം വരുന്നൊക്കെ കടിച്ച് കാണിച്ചു തരാം. അല്ല, കഴിച്ച് കാണിച്ചു തരാം. മോളെ ഒരു വിഷയമില്ല, നീ കഴിക്കി. നിന്നെ മറന്നു ഞാൻ ചോക്ലേറ്റ് കണ്ടപ്പോ. ഈ കുനാഫയുടെ പൊതുവെ പിസ്താച്ചി എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. ഈ പിസ്തയുടെ ടേസ്റ്റ് കറക്റ്റ് കിട്ടും. പിന്നെ കുനാഫയുടെ മറ്റേ കറുമുറു പരിപാടിയില്ലേ, ക്രഞ്ചി. ഓ, കറുമുറു പരിപാടി. ഒരു രക്ഷയില്ല. സൗണ്ട് കേൾക്കുന്നുണ്ടോ? കടിക്കുന്ന ഒരു രക്ഷയില്ല. ഭയങ്കര ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റിയുള്ള പിസ്താഷ്യോ കുനാഫ ചോക്ലേറ്റ്. നമുക്കൊരു മട്ടലില്ല. ഞാൻ പിന്നെ പറഞ്ഞത് ഒരു മട്ടിപ്പ് നമുക്ക് വരുന്നില്ല. അത് കുറച്ച് പ്രശ്നമാണ്. കഴിച്ചോണ്ടിരിക്കും ഇങ്ങനെ. നല്ലതാ, അതാണ് എനിക്ക് വേണ്ടത്. കുറച്ചുകൂടെ കഴിക്കണ്ടോ? നമ്മുടെ അടുത്ത് വരുന്ന ഒരു 4 ഡെസേർട്ടാണ്. മേഫെയർ കൊക്കോ, ബാസ്ക്യൂ ചീസ് കേക്ക്, പിക്മിയപ്പ്, പിന്നെ ലാ പാഷൻ ഡോറെ. ഈ 4 ഐറ്റാണ്. അപ്പോൾ ഇതിൽ മേഫെയർ കൊക്കോ ഒന്ന് ഡെസേർട്ട് ചെയ്യാം. റെഡി, ഞാനിവിടെ റെഡി. സ്പൂൺ ഇവിടെ. ഇത് ഞാൻ രാവിലെ കഴിച്ചാണ്. ഇങ്ങനെ നമ്മൾ അടി വരെ ഇങ്ങനെ എടുക്കണം, നല്ല എൻ്റെ പരിപാടി പിടി കിട്ടുള്ളൂ. ഗൈസ്, മസ്റ്റ് ട്രൈ ആണ് മക്കളെ, മസ്റ്റ് ട്രൈ. ചോക്ലേറ്റ് ലവേഴ്സിന് അയ്യോ
പക്ഷെ ഇത് 100% ചോക്ലേറ്റ് കേക്ക് ഒന്നും പറയാൻ പറ്റില്ല. പറ്റില്ല. ഇത് വേറൊരു സാധനം തന്നെയാണ്. ഇതിന്റെ സ്പഞ്ചില്ലേ, സ്പഞ്ച് ആ, ഭയങ്കര ടേസ്റ്റ് ഇതിന്. എന്തൊക്കെയോ ഒരു നോർമൽ taste വരുന്നുണ്ട്. നോർമൽ ചോക്ലേറ്റ് സ്പഞ്ച് അല്ല. അല്ല. ഇത് ആക്ച്വലി ഇതൊരു ഗ്രാൻഡ് മാ സ്പഞ്ച് എന്ന് പറയും. പണ്ടത്തെ ഒരു ട്രഡീഷണൽ സ്റ്റൈലിലുള്ള ഒരു സ്പഞ്ചാണിത്. ഒരു രക്ഷയില്ല. നിങ്ങൾ വന്ന് ട്രൈ ചെയ്തോട്ടെ, ഒരു രക്ഷയില്ല. പിന്നെ ഇതിനൊരു സീ സോൾട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഇതിൽ നമ്മൾ കാരമൽ യൂസ് ചെയ്തിട്ടുണ്ട്. കാരമലിൽ സീ സോൾട്ട്, അതേപോലെ നമ്മുടെ ഗ്രാൻഡ് മാ സ്പഞ്ചിൽ സീ സോൾട്ട് അത് യൂസ് ചെയ്യുന്നതാണ്. കഴിക്കുമ്പോണ്ടല്ലോ രക്ഷയില്ല. പക്ഷെ അത് എല്ലാം കൂടി കഴിച്ചത് പറ്റൂല അല്ലേ. അടുത്ത് പിക്ക് മീ അപ്പ്. ഓക്കെ, പിക്ക് മീ അപ്പ്. പിക്ക് മീ അപ്പാണ് എൻ്റെ ഫേവറേറ്റ് എക്സ്ക്ലൂസീവ് ഐറ്റം. ഇത് പിസ്ത ഫ്ലേവർ ആണത്. ഞാൻ ഓൾറെഡി കഴിച്ചിട്ടുള്ളതാണ്. പിക്ക് മീ അപ്പ് ഭയങ്കര ക്രീമിയാണ്. ഭയങ്കര ക്രീമി ടെക്സ്ചറാണ്. ഓക്കെ, അടിപൊളിയുടെ കഴിക്കുമ്പോൾ എനിക്ക് ഒരു ഉമ്മോട് ടേസ്റ്റ്. ആക്ച്വലി എൻ്റെ ഒരു ഇതിൽ ഇത് മൂന്നാമത്തെ കണ്ട ഇന്നത്തെ ദിവസം. സത്യം, ഞാനിത് ഉണ്ടാക്കിയപ്പോൾ തൊട്ട് എപ്പോൾ ടേസ്റ്റ് എടുത്താലും ഇത് ഫുള്ള് ഫിനിഷ് ചെയ്യും. ഞാനിത് ആദ്യം കഴിക്കില്ല, ഇന്നത്തെ മൂന്നാമത്തെ സത്യം പറഞ്ഞു. ഒരു വട്ടം കഴിച്ചിട്ട് അടുത്തേക്ക് പോവാം. ഓക്കെ, എക്സ്ക്ലൂസീവ് സാധനം. ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതായിരിക്കും ഹെഡ് ചോക്ലേറ്റ് ഹിറ്റ് ആവാൻ പോണ സാധനം. നോക്കാം. ഇത് നമ്മുടെ ബാസ്ക്കറ്റ് ചീസ് കേക്ക്. ചീസ് കേക്ക്. ഇത് ഉള്ളിൽ ഇങ്ങനെയാണ് വരുന്നത്. ഇതിന് ടോപ്പിങ്സ് അല്ലേ ഇഷ്ടമുള്ളത് പോലെ? അതെ, നമുക്ക് ഇഷ്ടമുള്ള. ഞാൻ പ്രിഫർ ചെയ്യുന്നത് റാസ്ബെറി ചോക്ലേറ്റിനേക്കാളും റാസ്ബെറി വേറെ ലെവലാണ് ഇതിൻ്റെ കൂടെ. അങ്ങനെ അധികം ആരും കഴിച്ചിട്ടില്ല ഇവിടെ. ഷെഫാണ് പറഞ്ഞാൽ പിന്നെ ടേസ്റ്റ് നിങ്ങൾക്ക് ഊഹിക്കാലോ. അങ്ങനൊന്നും ചെയ്യരുത് കേട്ടോ. എൻ്റെ പൊന്നെ മഴങ്ങിപ്പോൾ വീഴും ഞാനിവിടെ. ഭയങ്കര ക്വാളിറ്റി ചീസ് കേക്കാണ്. ഞാൻ എൻ്റെ ലൈഫിൽ കഴിച്ചിട്ടില്ല. ഞാൻ ഇവിടെ പൊക്കി പറയല്ല, എൻ്റെ ഫ്രണ്ടായോടൊപ്പം പറയണല്ലോ. ലൈഫിൽ ഞാൻ ഇത്രയും ക്വാളിറ്റിയുള്ള ചീസ് കേക്ക് കഴിച്ചിട്ടില്ല. പിന്നെ ഇത് വേണമെങ്കിൽ കുറച്ച് നമുക്ക് അധികം കഴിക്കാൻ പറ്റുന്നുണ്ട്. സാധാരണ ചീസ് കേക്ക് നമുക്ക് ഒറ്റ പീസിൽ തന്നെ നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഉള്ളിൽ ഭയങ്കര ക്രീമിയാണിത്. പിന്നെ ഇതിൻ്റെ ചീസും നമ്മൾ ഇമ്പോർട്ടഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ചീസാണ്. അതിൻ്റെ ഒരു കോട്ടിങ് കൂടെ ഉണ്ട്. അടുത്തത് മാംഗോയും പാഷൻ ഫ്രൂട്ടുള്ള കോമ്പിനേഷനാണ്. ലാ പാഷൻ ഡോറെ. ഞാൻ ചെയ്തുതരാം. കാണാനൊക്കെ നല്ല ഭംഗിയാട്ടോ. കാണാനും ഭയങ്കര രസം. പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. സ്പൂൺ വരാം. പാഷൻ ഫ്രൂട്ടും മാംഗോ അല്ലേ? അതെ. ഈ പാഷൻ ഫ്രൂട്ടിൻ്റെയും മാംഗോയുടെ ഒക്കെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടമുള്ള, കുറച്ച് പുളിപ്പൊക്കെ ഉള്ള അല്ലേ, അങ്ങനത്തെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടാ ചേട്ടാ നോക്കാം. തരാം. കഴിഞ്ഞിട്ടാണ് അവർക്ക് ട്രൈ ചെയ്യാൻ. എന്തൊരു ടേസ്റ്റാ, ഒരു രക്ഷയില്ല. നമ്മളെല്ലാം ടെസ്റ്റ് ചെയ്തു അല്ലേ? നമ്മുടെ എല്ലാം 4 ഡെസേർട്ടേ നമുക്കുള്ളൂ. ഒന്നും പറയില്ല, വീണ്ടും പറയാം. മസ്റ്റ് ട്രൈ ആണ്. ഞാൻ കഴിച്ചിട്ടില്ല കൊച്ചിയിൽ നിന്ന് ഇങ്ങനത്തെ ഇത്രയും റിയൽ ഫ്ലേവർ കിട്ടുന്ന രീതിയിലുള്ള ഡെസേർട്ട്സ്. ഒന്നാമത് ഇത് നമ്മൾ ഉണ്ടാക്കിയ ചോക്ലേറ്റിലും ഇതിലും ഒന്നിലും എസൻസ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ചേർത്തിട്ടില്ല. എല്ലാം റിയൽ ഫ്രൂട്ടാണ്. ഒരു പ്രിസർവേറ്റീവ്സ് ഇല്ല. 100% കുട്ടികൾക്ക് വരെ വാങ്ങിക്കൊടുക്കാം. ധൈര്യമായിട്ട് കൊടുക്കാം കുട്ടികൾക്ക്. അതെ സത്യം. ഞാനിപ്പോൾ എൻ്റെ മോളുണ്ടല്ലോ, എല്ലാവരും അങ്ങനെ ഒരുപാട് ചോക്ലേറ്റ്സ് അങ്ങനെ മേടിച്ച് കൊടുക്കുന്ന ടൈപ്പല്ല. പക്ഷെ ധൈര്യമായിട്ട് മേടിക്കാമല്ലോ. കാരണം എനിക്ക് നേരിട്ട് കണ്ട് ബോധ്യമുള്ളതാണ് എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്നും ഉണ്ടാക്കുന്ന പ്രോസസ്സൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് അത്രയും വിശ്വാസമുണ്ട്. ഞാനാണ് ധൈര്യത്തിൽ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് ഇത് വിശ്വസിക്കാം. അപ്പോൾ നമുക്ക് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും ഒരാൾക്ക് നമ്മളിവിടെ കയറി വന്ന് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എന്തും ഉണ്ടാക്കി തരും. നമ്മൾ അവർക്ക് വേണ്ട രീതിക്ക് കസ്റ്റമൈസ് കേക്കുകളെല്ലാം നമ്മൾ ചെയ്തു തരും. ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിലും നല്ല ക്വാളിറ്റിയിലും നല്ല റിയൽ ഫ്രൂട്ട്സും കാര്യങ്ങളും വെച്ച് റിയൽ ഫ്രൂട്ട് നമ്മൾ തന്നെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന ഫ്രൂട്ട്സ് ഫില്ലിങ് എല്ലാം കൊണ്ട് തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുക. അതുപോലെ ഹാമ്പറും കാര്യങ്ങളും
നമ്മൾ പറയുന്ന ക്വാണ്ടിറ്റിയിൽ പറയുന്ന രീതിക്കുള്ള ഹാമ്പേഴ്സും നമ്മൾ ഇവിടെ നിന്ന് ചെയ്തു തരാം. ഇന്നിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചു നമുക്ക് കുറച്ച് ആളുടെ ഉമ്മക്ക് വേണ്ടിയിട്ടാണ്, അപ്പോൾ കുറച്ചൊരു മധുരം കുറച്ച് നമുക്ക് ഇപ്പം നമ്മൾ പറയുന്ന പോലെ ഉണ്ടാക്കി തരുമെന്നൊക്കെ ചോദിച്ചു. ഉറപ്പായിട്ടും നമ്മൾ ആക്ച്വലി ഇവിടെ ഉണ്ടാക്കിയ ഒന്നിലും മധുരം തന്നെ ഇല്ല, വളരെ കുറവാണ്. മധുരം എന്ന് പറയുന്ന സാധനം വളരെ മൈൽഡായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതേപോലെ കേക്കിലും നമ്മൾ ഷുഗർ അവർ പറയുന്ന രീതിക്ക്, ആക്ച്വലി നമ്മൾ ഉണ്ടാക്കുന്ന ഷുഗറിൽ കേക്കിൽ ഷുഗർ ഉണ്ടാവില്ല. അത് അവർക്ക് ഇനിയും ആവശ്യമില്ല എങ്കിൽ കുറച്ചിട്ട് ചെയ്ത് കൊടുക്കും. അതെ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ പറയുന്ന ടൈപ്പ് കേക്കോ എന്ത് വേണമെങ്കിലും, ഡെസേർട്ടോ ബർത്ത്ഡേ കേക്കോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്ന് മേടിച്ചുകൊണ്ട് പോവാം. അല്ല അത് മാത്രമല്ല, ഓൺലൈനിൽ ഓർഡർ ചെയ്യാമല്ലോ അല്ലേ? അതെ, ഓൺലൈനിലും. അതെ, പിന്നെ ഇവിടുത്തെ ഇതിൻ്റെ ലൊക്കേഷൻ ഒക്കെ പറഞ്ഞു. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് എരൂരാണ്, തൃപ്പൂണിത്തറ എരൂര് പുത്തൻകുളങ്ങരയിലാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊച്ചി തൃപ്പൂണിത്തറ എരൂർ റോട്ടിലാണ്. അപ്പം എല്ലാവരും വരണം. അതെ, അപ്പോൾ കൊച്ചി തൃപ്പൂണിത്തറ എരൂർ റോഡ്. ഹെയർ ചോക്ലേറ്റ് നീതുവിൻ്റെ ചോക്ലേറ്റ് സ്റ്റുഡിയോ. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലേ? അതെ അതെ അതെ, ഒന്നുമില്ല, ഇത്ര ഉള്ള കാര്യം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ട്രൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഒന്നാ കാണിക്കില്ലേ ഞാൻ?